ഒരു സ്ത്രീ പള്ളിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ പുരുഷന്മാരുടെ ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പേ ഒരു കൂട്ടം സ്ത്രീകൾ പുരുഷന്മാർ നിസ്കരിക്കുന്ന ജമാഅത്ത് കാത്തു നിൽക്കാതെ ഇവർ ജമാഅത്തായി നിസ്കരിക്കുന്നു, ഫർദ് നിസ്കാരം നിസ്കരിക്കുന്നു. ആ സമയത്താണ് ഈ ഒരു സ്ത്രീ പള്ളിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്ത്രീ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഈ ഒരു കൂട്ടം സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കുന്നതോടൊപ്പം കൂടണമോ അതല്ല തഹിയ്യത്ത് നിസ്കരിച്ച് പുരുഷന്മാരുടെ ജമാഅത്ത് നടക്കുന്നത് കാത്തിരിക്കണമോ എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവകരമായൊരു വിഷയമുണ്ട്. ഒരു പള്ളി, ആ പള്ളിയിൽ ഔദ്യോഗികമായി ജമാഅത്ത് നടക്കുന്നതിന് മുമ്പ് അവിടെ മറ്റൊരു ജമാഅത്ത് സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല. കാരണം ഒരു പള്ളിയുടെ അധികാരമെന്ന് പറയുന്നത് ആ പള്ളിയിലെ ഇമാമിനാണ്. ആ പള്ളിയിൽ ഒരു ജമാഅത്ത് സംഘടിപ്പിക്കണമെങ്കിൽ ആ ഇമാമിൻ്റെ സമ്മതം ലഭിക്കുക എന്നത് നിർബന്ധവുമാണ്. വിശിഷ്യ ആ പള്ളിയിലെ ഔദ്യോഗിക ജമാഅത്ത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫുഖഹാക്കളിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് ആ നിസ്കാരം ബാത്തിലാണ്, ആ നിസ്കാരം പരിഗണിക്കപ്പെടില്ല. രണ്ടാമത്തത്, സമ്മതമില്ലാതെയാണ് നിസ്കരിച്ചത് എന്നതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ഹക്ക് അഥവാ അവകാശ ധ്വംസനം ഇവിടെ നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ പേരിൽ കുറ്റക്കാരുമാണ്. ഇത് ആൺപെണ്ണ് വ്യത്യാസത്തിലില്ല. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പള്ളിയിൽ പോയി അവിടെ ജമാഅത്തായി നിസ്കാരം നിർവഹിക്കണമെങ്കിൽ ആ പള്ളിയിലെ ഇമാമിൻ്റെ സമ്മതം അനിവാര്യമാണ്. ആ ഇമാമിൻ്റെ സമ്മതമില്ലാതെ ആ പള്ളിയിലൊരു ജമാഅത്ത് സംഘടിപ്പിക്കുക എന്നത് അത് ശരിയല്ല. അപ്പോൾ ഇവിടെ നമ്മുടെയൊക്കെ നാടുകളിൽ പലപ്പോഴും യാത്രയിലും മറ്റുമൊക്കെ ജമാഅത്ത് നിസ്കാരങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം ജമാഅത്തുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിന് സമ്മതം ചോദിക്കേണ്ടതുണ്ടോ എന്ന ഒരു ചർച്ചയും കൂടി ഇതിൻ്റെ കൂടെയിട്ട് വരും. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, അതിനും ഒരർത്ഥത്തിൽ സമ്മതം ചോദിക്കണമെന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു നാട്ടിലെ ഉറഫായിക്കൊണ്ട്, നാട്ടിലെ ആചാരമായിക്കൊണ്ട് ഒരു അംഗീകാരം നിലനിൽക്കുന്നുവെങ്കിൽ, അഥവാ ഫർള് ആയിട്ടുള്ള ഒന്നാമത്തെ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നീട് ജമാഅത്ത് നടക്കുന്നതിനെ അവിടെയുള്ള ഉസ്താദോ അതല്ലെങ്കിൽ അവിടെയുള്ള ഇമാമോ ഒന്നും ചോദ്യം ചെയ്യാതെ തുടർന്ന് വരുന്നൊരു സാഹചര്യമുണ്ട് എങ്കിൽ പിന്നീട് അവിടെ എന്താക്കേണ്ടതില്ല, സമ്മതം ചോദിക്കേണ്ടതില്ല. എന്നാൽ ആദ്യത്തെ ജമാഅത്ത് ഔദ്യോഗിക ജമാഅത്ത് കഴിയുന്നതിൻ്റെ മുമ്പാണെന്ന് എന്തായിരുന്നാലും ചോദിച്ചതിന് ശേഷം മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നതാണ്. ഇത്തരം ഘട്ടത്തിൽ ഈ ചോദ്യത്തിൽ വന്നതുപോലെ ഒരു സഹോദരി പള്ളിയിൽ വന്നപ്പോൾ പള്ളിയിൽ സഹോദരിമാരുടെ ഭാഗത്ത് ജമാഅത്ത് നടക്കുന്നുണ്ട്. വന്ന സഹോദരിക്കറിയാം ഇവിടുത്തെ ഔദ്യോഗിക ജമാഅത്ത് സമയമായിട്ടില്ല എങ്കിൽ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഔദ്യോഗിക ജമാഅത്തിനെ കാത്തു നിൽക്കുകയാണ് വേണ്ടത്. കാരണം അവരെ അറിഞ്ഞുകൊണ്ട് ഇവരെ തുടരാനുള്ള വകുപ്പില്ല. ഇവർ ഇത് മറ്റേ ഇമാമിനോട് ചോദിച്ചുകൊണ്ടാണോ ജമാഅത്ത് നടത്തുന്നത് എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ജമാഅത്ത് അഥവാ ഔദ്യോഗിക ജമാഅത്ത് എപ്പോൾ തുടങ്ങുമെന്നറിയാം. ആ നിലക്ക് ആ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തത് വരുന്ന മറ്റൊരു പ്രശ്നം, ഇപ്പോൾ പല പള്ളികളിലും നേരത്തെ ബാങ്ക് വിളിക്കും. അത് സമയം ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് നമ്മളിപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഒരു ഉച്ചയ്ക്ക് 12:20 ളുഹറിൻ്റെ സമയം. എന്നാൽ ജമാഅത്ത് നടക്കാറുള്ളത് 1 മണിക്കും അല്ലെങ്കിൽ 1:30 നടക്കുന്ന രൂപത്തിൽ, അഥവാ ബാങ്ക് വിളിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും ഔദ്യോഗിക ജമാഅത്ത് നടക്കുക. ഇത്തരം ഘട്ടത്തിൽ ഒരാൾക്ക് ഇപ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചതിന് ശേഷം അകാരണമായിക്കൊണ്ട് പുറത്തു പോവുക എന്നതും അതുപോലെ തന്നെ പള്ളിയിലേക്ക് തിരിച്ചു വരിക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ലാതെ പുറത്തു പോകുന്നതൊക്കെ അത് ഏറ്റവും ചുരുങ്ങിയത് മക്രൂഹായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ അത് ഹറാമാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ മലഖസുൽ ഫിഖിഹിലും അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഷറഹുൽ മുംതിയിലൊക്കെ കാര്യം വളരെ സവിസ്തരം ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, അത്തരം ഘട്ടത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, അത്ര സുദീർഘമായൊക്കെ ഇത് ഒഴിച്ചിടേണ്ട ഒരു ഘട്ടം വരുന്നുണ്ട് എങ്കിൽ, നിസ്കാരം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബാങ്ക് വിളിക്കുന്ന രീതികൾ സംവിധാനിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഏറെക്കുറെ ആളുകൾക്ക് കരകയറാനുള്ളൊരു വഴി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതുകൂടി ഇതിൻ്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു അഅലം.